അതായത് കുറേ നാൾ പെൻഷൻ കൊടുക്കാതിരിക്കുക, അതിൻ്റെ പെൻഷൻ്റെ കുടിശ്ശിക വരിക, എന്നിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ അത് കൊണ്ടേ കൊടുക്കുക. അപ്പോൾ ആ പാവങ്ങൾ എന്ത് ചെയ്യും? അവരുടെ ദൗർഭാഗ്യത്തെ മുതലെടുക്കല്ലേ. അപ്പോൾ പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുമോ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഈ പാവങ്ങൾ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും, കൊടുക്കണം, അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയെന്ന്. അതിനെ സൂക്ഷിച്ചു വെക്കണത് എല്ലാ മാസവും കൂടെ കൊടുത്താൽ പോരെ? അല്ലല്ല, അതിൽ തന്നെയുണ്ട് മറുപടി. കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് തെരഞ്ഞെടുപ്പ് വരെ. അത് നേരത്തെ പണം ഉണ്ടായിരുന്നിട്ട് കൊടുക്കാറുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അവരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്, അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്, അവരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന വഴിവിട്ട ശ്രമമാണ്. അത് അദ്ദേഹം പറഞ്ഞു. എന്താ തെറ്റ്? അല്ലെന്ന് അത് കൊടുത്താൽ മതി കറക്റ്റായിട്ട്, ഒരു പരാതിയില്ല. ചില മാസം കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചെന്ന് എന്തിനാന്നറിയാം? അല്ല, കാത്തു സൂക്ഷിച്ചു വെച്ചു കൊടുക്കാതെ എന്തിനാ? ഒരുമിച്ച് കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെന്തിനാ? ആ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് കെ സി വേണുഗോപാൽ. ഞങ്ങളും പറഞ്ഞത് തന്നെ, ആ തട്ടിപ്പ് അവസാനിപ്പിക്കണം. എത്ര മാസം? ഞാൻ വെല്ലുവിളിക്കുന്നു ഈ മന്ത്രിസഭയിലെ, അതായത് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ നിയമസഭയിൽ തന്ന മറുപടിയുണ്ട്, തോമസ് ഐസക് തന്ന മറുപടിയുണ്ട്.